ചോദ്യപേപ്പർ ചോർച്ചയിൽ എംപിമാർക്കെതിരായിട്ടുള്ള പോലീസ് അതിക്രമത്തിലുമുള്ള പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും തടസ്സപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ലാതെ പാർലമെന്റിൽ ചർച്ചയ്ക്കില്ല എന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു. പ്രക്ഷോഭം തണുപ്പിക്കുന്നതിന്റെ ഭാഗമായി ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്കായി അതിവേഗ കോടതി രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. सभा की कार्यवाही कल शुक्रवार दिनांक 26 जुलाई 2026 को प्रातः 11 बजे तक के लिए स्थगित की जाती है. തുടർച്ചയായി 4ാം ദിവസമാണ് സഭാ നടപടികൾ തടസ്സപ്പെടുന്നത്. സഭ ചേരുന്നതിന് തൊട്ടുമുമ്പ് ഇന്ത്യ സഖ്യത്തിലെയും NDAയിലെയും അംഗങ്ങൾ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ വ്യത്യസ്ത ധർണകൾ നടത്തി. ഇരുവിഭാഗവും നേർക്കുനേർ എത്തിയതോടെ സംഘർഷം ഉടലെടുത്തു. CRPF സുരക്ഷാ മതിലൊരുക്കി. ഇതിനിടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കയ്യാങ്കളിയുടെ വക്കുവരെ എത്തി. ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡ് NDA അംഗങ്ങളിൽ ചിലർ വലിച്ചുകീറി. മുതിർന്ന നേതാക്കളും ഇടപെട്ട് പിന്നീട് പിന്തിരിപ്പിച്ചു. ഇരു സഭകൾക്കുള്ളിലും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ചർച്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷം ഇരു സഭകളിലും വ്യക്തമാക്കി. എന്താ ആവശ്യം? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, വിദ്യാർത്ഥികൾക്കെതിരെടുത്ത കള്ളക്കേസ് പിൻവലിക്കണം, ഒരു വ്യക്തമായ നടപടിയോടുകൂടി ഈ പരീക്ഷാ ക്രമക്കേട് അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കണം. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം മോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഈ ശ്രമം ഉണ്ടല്ലോ, അവർ കൂടുതൽ എക്സ്പോസ് ആവും, അത്രയല്ലേ ഉള്ളൂ. ഇത് ഇന്ത്യയിലെ കുട്ടികളുടെ ഡിമാൻഡാണ്, രക്ഷകർത്താക്കളുടെ ഡിമാൻഡാണ്. ആ ഡിമാൻഡിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അതിനിടെ തന്റെ വീട്ടിലോ ഓഫീസിലോ കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ചർച്ചയാകാമെന്ന് മന്ത്രി JP നഡ്ഡ ആവർത്തിച്ചു. सर कहाँ पे मुलाकात आपको लगता है? कहीं भी कोई भी लोकेशन वो हमारे रेजिडेंस में आए या फिर हमारे ऑफिशियल ऑफिस में जो हमारे मंत्रालय. എന്നാൽ സമരവേദിയായ ജന്തർ മന്ദിറിലോ നിഷ്പക്ഷ സ്ഥലത്തോ മാത്രമേ ചർച്ചയുള്ളൂ എന്ന നിലപാടിൽ CJP ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതേസമയം സമരപന്തലിന് സമീപമുള്ള കൊണാട്ട് പ്ലേസിലെ എല്ലാ കടകളും റെസ്റ്റോറന്റുകളും 6:30 അടയ്ക്കണമെന്ന് ന്യൂഡൽഹി ട്രേഡേഴ്സ് അസോസിയേഷൻ നിർദ്ദേശം നൽകിയത് ആകാംക്ഷ ഉയർത്തി. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടാൻ ആരെയും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് അതിവേഗ കോടതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ബോംബെ, ഡൽഹി, കൽക്കട്ട, മധ്യപ്രദേശ് എന്നീ ഹൈക്കോടതികളുടെ പരിധിയിലാണ് ആദ്യ കോടതികൾ സ്ഥാപിക്കുക. എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകും. 2024 പരീക്ഷാ ക്രമക്കേട് തടയൽ നിയമമനുസരിച്ചാണ് വിചാരണ നടക്കുക. ഈ നിയമപ്രകാരം 4 കേസുകൾ മാത്രമാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. ഇതിൽ 2 ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നതാണ്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.